ഞാൻ ഒരാളെ കൂട്ടി വന്നിട്ടുണ്ട്. അങ്ങ് തീരെ അസ്വസ്ഥനാണെന്ന് നമ്മുടെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ കഴിവില്ലാത്ത പട്ടികൾ. ആ പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയൂ, ഞാൻ കൊണ്ടുവരും. അങ്ങ് ഒട്ടി സംശയിക്കണ്ട. ഈ മനസ്സിന്റെ ആലസ്യം മാറ്റാനുള്ള വഴിയുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. ഇപ്പൊ വരാം. ചതിവിൽപ്പെടുത്തി കൊണ്ടുവന്ന് എന്റെ കിടക്കയ്ക്ക് പങ്കാളിയാക്കുന്നതിലാണ് എനിക്ക് ആനന്ദം. അതൊരു സുഖവുമാണ്. എന്റെ ഈ രൂപം ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഇതിന് കാരണക്കാരിയായവൾ അവൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ വിടില്ല. ഒരു പെണ്ണും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. കുമാർ, ഇവളെ കൊണ്ടുപോയി നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചേക്ക്. എന്താ ഇത്? നിന്റെ സ്വാതന്ത്ര്യം അല്പം കൂടി പോകുന്നു. രാത്രിയിൽ ഈ കിടക്കയിൽ വന്ന് കിടന്നെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. എനിക്ക് ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ വിളിച്ചപ്പോൾ കൂടെ വന്നതും അതുകൊണ്ടാണ്. നീ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ പണം ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. പണം കിട്ടിയത് കൊണ്ട് മാത്രം ആ മനുഷ്യന്റെ കൂടെ ഒരു പെണ്ണിന് കഴിയാൻ പറ്റുമോ? ആ വികൃതമായ മുഖവും ഭാവവും കണ്ടാൽ ഏത് പെണ്ണിനാണ് അറപ്പുണ്ടാകാത്തത്? പിന്നെ
ഞാനൊരു യന്ത്രമൊന്നും അല്ലല്ലോ. നീ ഒരു യന്ത്രം തന്നെ. പണം തരുന്നവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കേണ്ട ഒരു യന്ത്രം. അപ്പോൾ നിങ്ങൾ എന്നെ ആ രീതിയിലാണ് കണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളെ ആ രീതിയിലല്ല കാണുന്നത്. എന്റെ ശരീരം മാത്രമേ അയാൾക്ക് വാങ്ങാൻ കഴിയൂ. എന്റെ മനസ്സിൽ എന്നും എന്നും നിങ്ങളായിരിക്കും. ഞാനും നീയും കൂലിക്ക് വേല ചെയ്യുന്ന യന്ത്രങ്ങളാണ്. അത് മറക്കാതിരുന്നാൽ എനിക്കും നിനക്കും നല്ലത്. ഇതിനാണ് എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ? ഞാൻ വിവാഹം കഴിച്ചാലും അത് അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കും. ദ്രോഹി! അപ്പോ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എനിക്കിപ്പോ പോണം. ഇനി ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എന്തിനും തയ്യാറാണെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ ജീവിക്കാം. അയ്യോ! പോടി. ചേട്ടനുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഒരു പട്ടിയും എന്റെ മോളെ തൊടില്ല. ഏറ്റവും വേഗം നിനക്കൊരു കൂട്ടുണ്ടാക്കണം. ഇനി ചേട്ടന്റെ ലക്ഷ്യം അതാണ്. മോളെ, ചേട്ടന് വിശക്കുന്നു, നമുക്ക് ഊണ് കഴിക്കാം. ചേട്ടൻ കയ്യും കാര്യം കഴിയിട്ട് വരാം. അതിനു മുൻപ് നീ ആ ജയനം കൊണ്ട് വിളിച്ചിട്ട് വാ. ചെല്ലേ. ഈ കണ്ണീരൊക്കെ തുടച്ചിട്ട് പോ. ചിരിക്കേ ചിരിക്കേ. പൊന്നു, എന്താ പൊന്നു? ഏട്ടനോ? എന്തിനാ? ഞാൻ കഴിച്ചല്ലോ. ഏട്ടനോട് പറഞ്ഞേരെ, നീ പൊയ്ക്കോ. നീ ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നു. എന്റെ പൊന്നുമല്ലേ. പൊന്നു വയ്ക്കോ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. എന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാൻ. പൊന്നു വയ്ക്കോ. വിടേ പെണ്ണെ, ഞാൻ വരാം. ഏട്ടൻ കേൾക്കും. മിണ്ടാതെ വാ. ജയനോ? ഏട്ടൻ ഇപ്പൊ കുളിച്ചോളൂ. ഞാനിന്ന് വരാൻ സ്വല്പം വൈകി. വഴിയില് ഒരു ചെറിയ സ്റ്റണ്ട്. സ്റ്റണ്ടോ? അങ്ങനെ സ്റ്റണ്ട് എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഉരുട്ടിപ്പിടുത്തം. അതൊക്കെ പോട്ടെ, തന്നെ ഇവിടെ പാടാൻ ആരെങ്കിലും സമ്മതിക്കാറുണ്ടോ? അതൊന്നും പറയണ്ട ഏട്ടാ. ഇന്നൊരു നാടക കമ്പനി പോയി. അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. വെറുതെ. ഊണ് കഴിച്ചോ? കഴിച്ചു. ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. പിന്നെ എന്തുവാ തന്റെ മുഖം വാടിയിരിക്കുന്നത്? അത് അത്
വല്ലാത്ത തലവേദന തലവേദന. എനിക്കും അങ്ങനെയാ. ഈ വയറിന്റെ വിശപ്പുണ്ടല്ലോ, അവൻ ഒരു ഉഗ്രം തലവേദനയാ. എടി കുഞ്ഞേ, ഈ ജയനും ചോളത്തേക്ക് വേണ്ട ഏട്ടാ, ഞാനിപ്പോ ഉള്ളൂ. കഴിച്ചടൂ, തലവേദനയ്ക്ക് നല്ലതാ. അടിക്കടി ഏട്ടനെങ്ങനെ? എന്താ എന്റെ പൊന്നുമോ വാചകമൊന്നും അടിക്കണ്ട. വെറും വയറ്റിൽ വാശി പിടിച്ചാലേ വയറ് കൊളുത്തി പിടിക്കും. വാ.